അതുപോലെ തന്നെ GCC കൺട്രികളൊക്കെ എന്തായിരിക്കും അവസ്ഥ, അമേരിക്ക ഇതിന്റെ ഉള്ളിൽ എന്ത് നിലപാടുകൾ എടുക്കും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഒരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ എങ്ങനെയാണ് ഈ യുദ്ധത്തിനെ നോക്കി കാണുന്നത്? ഇസ്രായേൽ എന്ന രാജ്യത്തിന് ശക്തമായിട്ടൊരു നിലപാടുണ്ട്. വസ്തുനിഷ്ഠമായിട്ടുള്ള നിലപാടിൽ ഊന്നി നിന്നുകൊണ്ട് അവര് നീതിക്കു വേണ്ടി അഥവാ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലാണ് ഇസ്രായേൽ ഉള്ളത്. അതുകൊണ്ട് ഇസ്രായേൽ ഇനി അമേരിക്ക പറഞ്ഞാലും, ഇനിയിപ്പോ അതല്ല ഐക്യരാഷ്ട്രസഭ പറഞ്ഞാലും, സംഘടന പറഞ്ഞാലും ശരി, ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഏറ്റവും പ്രധാനം അവരുടെ രാഷ്ട്രമാണ്. അവരുടെ രാഷ്ട്രം സുരക്ഷിതത്വത്തിലായിരിക്കണം എന്നത് ഭരണാധികാരിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. അത് നെതന്യാഹു നിർവഹിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ഇനിയിപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹു പറഞ്ഞത്, ഒരു ഭ്രാന്തന്റെ കയ്യിൽ ഇപ്പോ ലോഡഡ് ആയിട്ടുള്ള ഒരു ഗൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഭയപ്പെടും, അതുപോലെയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇറാനെ ഭയപ്പെടുന്നത്. അവരുടെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം അനുസരിച്ചിട്ട് അവരാദ്യം ഞങ്ങളെ തന്നെ ആയിരിക്കും തീർക്കുന്നതെന്ന്. ഇപ്പോ ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഹമാസിനോട് എടുത്ത അതേ നിലപാട് അവസാനം വരെ, ആ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ അത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അവസാനത്തെ ഹമാസ് നേതാവിന്റെയും മൂക്കിൽ പഞ്ഞി വെച്ച് ആ പെട്ടിക്കകത്ത് അവസാന അണിയടിക്കുന്നത് വരെ ഞങ്ങൾ ആ യുദ്ധം തുടരുമെന്ന് പറഞ്ഞു. ആ വാക്ക് കൃത്യമായിട്ട് പാലിക്കപ്പെട്ടു. ഹിസ്ബുള്ള വന്നു, അവരെയും ഒതുക്കി ഒരു മൂലക്കിരുത്തി. പിന്നീട് ഹൂതികൾ വന്നു, ചെങ്കടലിൽ മുഖ്യ നേതാക്കന്മാരുടെയൊക്കെ ശവം 5-ാം ദിവസവും 6-ാം ദിവസവും ഉയർന്നു വന്നു. ഇപ്പോ നമുക്കറിയാം, ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് മധ്യേഷ്യയിലെ ചില അയൽ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള സംഘർഷങ്ങളും സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചിട്ട് വലിയ 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന രീതി നമ്മൾ കാണുന്നു. അപ്പോ ഇറാനും ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായിട്ട് രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾ, ഹമാസ് ആണെങ്കിലും ഹൂതികളാണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും വളർന്നു വരുന്നത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്, അതിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ യമനിൽ ഹൂതികൾ ഇല്ലാതാകുക എന്നത് സൗദി അറേബ്യയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ അവർക്ക് നേർക്ക് നേരെ മുട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇസ്രായേലും അമേരിക്കയും അതിനെതിരെ ശക്തിയുക്തം നിൽക്കുന്നത് കൊണ്ട് അറബ് രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിന് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരുന്നു. അപ്പോ അതാണ് ഈ അറബ് രാജ്യങ്ങളോടുള്ള ഇറാന്റെ ഏറ്റവും വലിയ കലിയും. അപ്പൊ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനം ഈ മേഖലയിൽ ഉള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആണവായുധം സൂക്ഷിക്കാനും ഈ തീവ്രവാദ സംഘടനകളെ പാലും വെള്ളവും കൊടുത്ത് വളർത്തി കൊണ്ടുവരാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ഭീഷണിയാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ എന്ന പേരില് ഇറാൻ പലപ്പോഴും ചെയ്യുന്നത് അയൽ രാജ്യങ്ങളില് അവരുടെ സൈനിക സാന്നിധ്യമോ സ്വാധീനമോ ഉറപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് അറബ് രാജ്യങ്ങളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി. കാരണം ഇവരെ ഒരിക്കലും അമേരിക്കയോ ഇസ്രായേലോ ഇവരെ മൈൻഡ് പോലും ചെയ്യില്ല. ഇറാൻ എന്തോ വലിയ അമ്പരചുംബികളാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയവുമല്ല. സമീപകാലത്ത് ഇറാനും അയൽ രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് സൈനിക ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ വന്നതെല്ലാം. ആ സമയത്തൊന്നും ഇവര് ശക്തിയുക്തം എതിർത്തിട്ടില്ല, അവരെ അപലപിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ അപലപനം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്തുണയാണ്. അപ്പൊ ആ രാജ്യങ്ങൾ പ്രതിരോധം തീർത്തു എന്ന് പറയുന്നു. ഇപ്പോ UAE പറയുന്നു അവർക്ക് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നോക്കിയേ പറ്റുള്ളൂ. ഒരു യുദ്ധമാകുമ്പോൾ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകും. ഒരുപാട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് UAE. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞ് അവര് പ്രതിരോധം തീർക്കുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. പക്ഷേ ഇസ്ലാമിക ലോകത്ത് പോലും GCC കൺട്രീസിനെ എടുത്തു കഴിഞ്ഞാൽ പോലും ഇറാനോട് അനുകൂലമോ അതല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതോ ആയിട്ടുള്ള സമീപനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകാം. അപ്പോ ഇതില് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല ഉള്ളത്. ചിലര് ഇറാന്റെ നിലപാടുകളെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള നിലപാടുകൾക്കെതിരെയുള്ള പ്രതിരോധമായിട്ട് കാണുന്നു. മറ്റു ചിലര് അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടും അതിന് നേരെ ഉണ്ടാകുന്ന അനാവശ്യമായിട്ട് ഭിന്നിപ്പുണ്ടാക്കാനും ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുന്നു എന്നതും ഒക്കെ പറയുമ്പോഴും ഇറാന്റെ ഈ തോന്നിയാസത്തെ പിടിച്ചു കെട്ടാനോ അതിനെ ശക്തമായി എതിർക്കാനോ ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല. അതുപോലെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ പോയിട്ടുള്ളത് ഈ അറബ് രാജ്യങ്ങളിലാണ്. ഈ അറബ് രാജ്യങ്ങളെ ഇറാൻ അടിക്കുമ്പോൾ അവർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല.
ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അടുത്താണ് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷം ലഘൂകരിക്കണമെന്ന് പറഞ്ഞത്. അയാൾക്ക് എന്തെങ്കിലും വോയിസ് ഉണ്ടോ ഇറാനിൽ? ഇല്ല. ഇറാൻ ഭരിക്കുന്നത് IRGC എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്. അവര് തീരുമാനിക്കും. അപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സങ്കീർണമായിട്ടുള്ള ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്ത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും അയൽ രാജ്യങ്ങളും തമ്മിലുള്ളത് മതപരമായിട്ടുള്ള പോരാട്ടം ഒരു ഭാഗത്തുണ്ട്, മറ്റൊരു ഭാഗത്ത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ചില ആധിപത്യങ്ങളും സുരക്ഷയും ഒക്കെയുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വലിയ ഒരു വിഭാഗം മലയാളികൾക്ക് ഇറാന്റെ സൈനിക നടപടികൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ UAE-യിലോ അതല്ലെങ്കിൽ പിന്നെ സൗദി അറേബ്യയിലോ ഖത്തറിലോ കുവൈറ്റിലോ ഒക്കെ ഇരുന്നിട്ട് ഇവർക്ക് ഇറാനെ പിന്തുണയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ഇസ്രായേല് വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ തവിട് പൊടിയാക്കും എന്ന് കേരളത്തിലിടുന്ന ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? സത്യം അതാണെങ്കിൽ പോലും അവർക്ക് പറയാൻ പറ്റില്ല. UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഇത് തുടങ്ങിയ ഈ GCC കൺട്രികളിലെ ഒക്കെ നിർണായകമായിട്ടുള്ള മേഖലകളെ ലക്ഷ്യമാക്കിയിട്ട് ഇറാൻ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. പക്ഷെ അതുപോലെ ഇസ്രായേൽ നോക്കി നിൽക്കില്ല, അമേരിക്കയും നോക്കി നിൽക്കില്ല. ഇനിയിപ്പോ ട്രംപ് പറയുവാണ് നെതന്യാഹുവിനോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷ നോക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് നെതന്യാഹു നിലപാടുകളുടെ രാജകുമാരന് അദ്ദേഹം മുന്നോട്ട് തന്നെ പോകും. പിന്നെ ട്രംപ് പുറമേക്ക് അങ്ങനെ പറയുമെങ്കിൽ പോലും ട്രംപിനറിയാം ഇവർ വളർന്നു വരുന്നത് ലോക സമാധാനത്തിന് തകരാറാണെന്ന്. സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ ജീവിതത്തിന് ഇറാൻ നൽകുന്ന ഭീഷണിയെ സംബന്ധിച്ച് ഇവിടെ നിന്ന് ഒരു കൊട്ടിക്കലാശവും ഉണ്ടാകുന്നില്ല, ഒരു എതിർ ശബ്ദവും ഉണ്ടാകുന്നില്ല. അന്തരീക്ഷത്തിലെ ഇത്തരം അസ്ഥിരതകൾ പ്രവാസികൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നെങ്കിൽ പോലും ഇറാൻ കാണിക്കുന്ന ഈ ആണവായുധ നിർമ്മാണവും ഈ ജൂതന്മാരെ ഇല്ലാതാക്കാനുള്ള സമീപനങ്ങളും ഈ മതരാഷ്ട്രവാദവും സുപ്രീം ലീഡറുടെ ഭരണത്തെയും സംബന്ധിച്ച് ഇവിടെ ആർക്കും ഒരു ആശങ്കയുമില്ല. GCC രാജ്യങ്ങൾ വലിയ രൂപത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കോ യുദ്ധ സാഹചര്യത്തിലേക്കോ നീങ്ങിയാൽ അത് പ്രവാസികളുടെ തൊഴിലിനെയും വരുമാനത്തെയും ബാധിക്കും. ലക്ഷക്കണക്കിന് മലയാളികളുടെ ഉപജീവന മാർഗമാണ് ആ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ നടപടികൾ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും നേരിട്ട് ബാധിക്കും. എന്നാൽ പോലും ഇസ്ലാമിക രാജ്യമായതിന്റെ പേരിൽ, സുപ്രീം ലീഡർ ഭരിക്കുന്ന രാജ്യമായതിന്റെ പേരിൽ ഇറാനെ പിന്തുണയ്ക്കുകയല്ലാതെ ഇസ്രായേലിനെയോ അമേരിക്കയെയോ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തെയോ ഭീകരവാദത്തെ ചെറുക്കാൻ അവരെ നടപ്പിലാക്കുന്ന സമീപനങ്ങളെയോ എതിർക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഭൂരിഭാഗം GCC രാജ്യങ്ങളും ഇറാനുമായിട്ട് നേരിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഭയമില്ല. ഈ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനോടൊപ്പം തന്നെ നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാനപരമായിട്ട് അന്തരീക്ഷം നിലനിർത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. ഇനി ഈ മേഖലയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഇറാന്റെ നടപടികളോട് യോജിപ്പില്ലാത്ത ഒരു വിഭാഗം ഉണ്ടാകാം, പക്ഷെ ഒരു പ്രത്യക്ഷമായിട്ട് രംഗത്ത് വരുന്നില്ല. മതപരമായിട്ടുള്ള ഐക്യത്തെക്കാൾ ഉപരിയായിട്ട് തങ്ങളുടെ ജീവിക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭംഗം വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയെയും അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അവരത് മൗനമായിട്ട് അംഗീകരിക്കുവാണ്, എതിർക്കത്തില്ല. സ്വന്തം തൊഴിലിടങ്ങളിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പ്രവാസികൾ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് ഇത്തരം യുദ്ധഭീതികൾ അവരെ ബാധിക്കും. ഇത് ഇറാന്റെ കുത്തിത്തിരിപ്പ് നയമാണ് എന്ന് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ പ്രവർത്തിക്കാനോ പ്രതികരിക്കാനോ ഇവർക്ക് സാധിക്കാതെ പോകുന്നു. GCC മേഖലകളിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോ പ്രവാസിയെയും വ്യക്തിപരമായി ബാധിക്കുന്നുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇസ്രായേൽ എന്ന രാജ്യത്തിന് അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന ഏതു വിഷയത്തിലും ശക്തിയുക്തം അവരതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ ബാധിക്കുന്ന, ലോകത്തെ ബാധിക്കുന്ന ഏതു വിഷയത്തിലും ഞങ്ങളൊപ്പം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ മതഭീകരതയെ ചെറുക്കാൻ ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഒരുമിച്ചിറങ്ങാനുള്ള കാരണം. ഓക്കെ, ടീച്ചറുടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തവും നല്ല കൃത്യവുമാണ്. അഭിപ്രായങ്ങളൊക്കെ വളരെ വ്യക്തവും കൃത്യവുമാണ്. ആർക്കെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാനോ ഇതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചോ, ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് ടീച്ചറോട് ചോദ്യമുണ്ട് സുപ്രഭാത്. അത് മറ്റൊന്നുമല്ല, ഈ ഷിയകള് സുന്നികളെ ഒരു പ്രോപ്പർ മുസ്ലിമായിട്ട് പോലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇറാൻ അറ്റാക്ക് ചെയ്തപ്പം ഇറാൻ ഷിയ രാജ്യമാകുന്ന ഇറാൻ അമേരിക്ക തിരിച്ച് അറ്റാക്ക് ചെയ്തതിനേക്കാളും കൂടുതലാണ് സുന്നികളായിട്ടുള്ള മറ്റ് മുസ്ലിം രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ
മുസ്ലിം ഏകീകരണം, മുസ്ലിം ഐക്യം എന്നത് അത് ഏത് അളവിലാണ് നമുക്ക് യാഥാർത്ഥ്യം എന്ന് കരുതാൻ കഴിയും? അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു മിഥ്യയല്ലേ? ഇപ്പോൾ അമേരിക്ക പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സുന്നികളെയാണ്, ഷിയ ഇറാനെ അല്ല. അപ്പം ഈ ഷിയ ഇറാനെ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഒരു സൗകര്യം അവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന മിലിറ്ററി ബേസസ് ഒക്കെ സുന്നികൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അതൊരു യാഥാർത്ഥ്യമാണോ? പിന്നെ ഇസ്രായേലിനെ എതിർക്കുക എന്നുള്ള ഒരു കോമൺ അജണ്ടയില് ഇപ്പൊ അമേരിക്കയുടെ ബേസ് ആയിട്ട് സുന്നി രാജ്യങ്ങൾ നിൽക്കുമ്പം സുന്നി രാജ്യങ്ങൾക്ക് ഒരിക്കലും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. ആ കൂടെ അറ്റാക്ക് ചെയ്യുന്നത് ഈ ചില ഹമാസ് പോലുള്ളതായിരിക്കുന്ന സംഘടനകളും ISIS പോലുള്ള സംഘടനകളും പിന്നെ ഈ ഷിയ രാജ്യങ്ങളൊക്കെയാണ്. മറ്റൊരു ഇൻഡിപെൻഡന്റ് തീവ്രവാദ സംഘടനകളായതുകൊണ്ട് അവരങ്ങനെ ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാണ്, ഈ ഏറ്റവും വലിയ വിഘടനം അല്ലെങ്കിൽ വൈരുദ്ധ്യം അല്ലെങ്കിൽ പരസ്പര വൈരാഗ്യങ്ങള് കൊണ്ടു നടക്കുന്ന ഒരു സമൂഹം തന്നെയല്ലേ ഇസ്ലാം സമൂഹം? അവരുടെ ഇടയിൽ ഒരു മുസ്ലിം ഏകീകരണം ഇസ്രായേലിന്റെ പേരിൽ ഉണ്ടാകാൻ എത്രമാത്രം സാധ്യതയുണ്ട്? ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം നിലനിൽക്കും? ഈ സുന്നി ഷിയ വൈരുദ്ധ്യം അതിന്റെ തീവ്രത കുറയാൻ സാധ്യതയുണ്ടോ? സംഘർഷം കുറയാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെയാണ് എന്റെ ചോദ്യം. ഈ ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, ഈ മതഗ്രന്ഥം, ഖുർആൻ ആയിരുന്നാലും ഹദീസ് ആയിരുന്നാലും പ്രവാചകന്റെ ജീവിത ചരിത്രമായിരുന്നാലും, ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഭിന്നതകൾ ഉണ്ടാകും. ഇപ്പോൾ ഷിയ സുന്നി തർക്കം മാത്രമല്ല, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമികൾ മുജാഹിദിനെ അംഗീകരിക്കുന്നില്ല, മുജാഹിദുകളെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല. മുജാഹിദ് വിഭാഗത്തിൽ തന്നെ 19 വിഭാഗമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞു, ജമാഅത്തിൽ അത്രയും വിഭാഗമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞു, സുന്നികളിലും പിരിഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഒരു ഗ്രന്ഥം കാരണം ഉണ്ടാകുന്നതാണ്. ഈ ഗ്രന്ഥം ഏതൊക്കെ രൂപത്തിൽ ആരൊക്കെ വ്യാഖ്യാനിക്കുന്നു, ആരൊക്കെ വിശദീകരിക്കുന്നു, ആരൊക്കെ ഇതേത് അർത്ഥത്തിൽ എടുക്കുന്നു, അതുള്ളിടത്തോളം കാലം കറ്റൻട്രി ആയിട്ടൊരു അർത്ഥമോ ആശയമോ നിലപാടോ വ്യക്തമാക്കാത്തിടത്തോളം കാലം ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ സുപ്രീം ലീഡർ ആയിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയെ എത്ര മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു എന്നതിനേക്കാൾ ഏറെ എതിരെ ജൂതന്മാര് വരുമ്പോൾ ഇവർ ഒരുമിച്ച് നിൽക്കും. ഈ ആയത്തുള്ള അലി ഖൊമേനിയും അതുപോലെ അവന്റെ മോനുണ്ടല്ലോ മുജ്തബ ഖൊമേനി, അവരും ചത്തു എന്ന് കേട്ട ഉടനെ തന്നെ നമ്മുടെ അലിയാർ കാസിമി പറഞ്ഞത്, അയാൾ ഒരു മുസ്ലിം അല്ലേ, മുസ്ലിം എന്ന രൂപത്തിൽ നമ്മൾ ഏകോപിച്ച് നിൽക്കണം, അദ്ദേഹത്തിന്റെ അനുശോചനത്തിൽ നമ്മൾ പങ്കുചേരണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹമാസിന്റെ നേതാക്കൾ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുമ്പോഴും നെതന്യാഹു ഇവരുടെ തലകളെടുത്ത് കണ്ടെയ്നറുകളിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കുമ്പോഴും അവർക്ക് വേണ്ടി ഇവിടെ ശബ്ദം ഉയരുന്നതും അവർക്ക് വേണ്ടി നമസ്കാര പായകൾ വിരിക്കപ്പെടുന്നതും ധർണകളും മാർച്ചുകളും പ്രതിഷേധങ്ങളും ഒക്കെ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നതും മുസ്ലിമാണ് എന്ന ഒരു ഒറ്റ ഐക്യത്തിന്റെ പേരിലാണ്. ഇപ്പൊ നമ്മൾ ഇസ്ലാമിനെ ഏറെക്കുറെ ആളുകൾ മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനും വിമർശിക്കാനും ചോദ്യം ചോദിക്കാനും തുടങ്ങിയതോടുകൂടി ഇവരെന്താ ചെയ്തതെന്നറിയാം? ഒരു മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചു. അപ്പോ ഇവർ പരസ്പരം കൊല്ലാനും തിന്നാനും നിന്ന ഇസ്ലാം മത അവാന്തര സംഘടനാ വിഭാഗങ്ങളുടെ നേതാക്കന്മാര് പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു. അതിനു മുമ്പ് അവരിൽപ്പെട്ട ആളുകൾ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാനോ നമസ്കരിക്കാനോ പോലും നമ്മൾ പങ്കെടുക്കരുത് എന്നും അവരുടെ പള്ളിയിൽ കയറരുത്, നമ്മുടെ പള്ളിയിൽ അവരും കയറരുത് എന്നും മതവിധി പുറപ്പെടുവിച്ച ആളുകൾ ഇസ്ലാമിനെ ആളുകൾ വിമർശിക്കുന്നു, എതിർക്കുന്നു, ചോദ്യം ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവരെല്ലാവരും ഒരുമിച്ചൊരൊറ്റക്കെട്ടായിട്ട് നിന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? പൊതുശത്രുവാര്. ഇപ്പൊ ഇസ്ലാമിക ലോകവും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ സങ്കീർണമായിട്ടുള്ള, അതിന് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് കുറച്ച് ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം ഈ പ്രദേശത്ത് സംഘർഷങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. ഒരു പക്ഷേ യുദ്ധഭൂമിയിൽ പിച്ചവെച്ച ഒരു രാജ്യവും കൂടിയാണ് ഇസ്രായേൽ. ആരെയും ഭയപ്പെടാതെ സ്വന്തം പ്രയത്നത്തിൽ മാത്രം വിശ്വസിക്കുന്ന, ഇരിക്കുന്ന കൊമ്പെത്ര ഉണങ്ങിയതാണെങ്കിലും ശരി തൻ്റെ ചിറകുകളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള പ്രതിരോധങ്ങളും അവർക്ക് ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും. ഇപ്പൊ പലസ്തീൻ ജനതയുടെ ഭൂമിയും അവകാശങ്ങളും സംബന്ധിച്ച തർക്കങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു. നമ്മൾ പറയുന്നു ഇതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായ കാരണം മതമാണ്.
ഇത് മതമാണ്. മതത്തെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളും മതം പറഞ്ഞ ഈ ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ജൂതനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജൂതനോട് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും തീർത്താൽ തീരാത്ത കലിയും പകയുമാണ്. അതുകൊണ്ട് ഇറാൻ ഔദ്യോഗികമായി ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്നില്ല. ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ഇറാൻ വലിയ രൂപത്തിൽ ഭീഷണിയായിട്ട് കാണുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിൽ പലസ്തീൻ ഗ്രൂപ്പുകൾ, ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പുകൾ, പിന്നെ യമനിൽ നിന്ന് ഇവര് യഹൂദികള്, ഇങ്ങനെ ഇവരെല്ലാവരും പല രൂപത്തിലും ഇറാൻ ഇവരെ വളർത്തി സായുധ സംഘടനയാക്കി കൊണ്ടുവരുന്നത് നമുക്ക് ഇവരെ പ്രതിരോധിക്കണം. എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഒരു മേഖലയിൽ യോജിക്കുന്നത്? എതിരെ ജൂതനാണ് എന്നുള്ളത് കൊണ്ടാണ്. മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ ഇപ്പൊ വലിയ രൂപത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇറാനെ പോലെ തന്നെ ഇസ്രായേലിനെ കടുത്ത ശത്രുവായിട്ട് കാണുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ അവര് പല സന്ദർഭങ്ങളിലും അത് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് UAEക്ക് പ്രതിരോധമായിട്ട് നിന്നത് ഇസ്രായേലിന്റെ അയൺ ഡോം എന്ന് പറയുന്ന കവചമായിരുന്നു. അപ്പൊ അവർക്ക് ആവശ്യം വരുമ്പോൾ ഇവരെ വേണം. എന്നാൽ മതത്തിന്റെ പേര് വരുമ്പോൾ ഇവരിങ്ങനെ, ഇപ്പൊ സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് ഇവരെയൊക്കെ ഇറാൻ ആക്രമിക്കുന്നു. ആ ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രായേലും അമേരിക്കയും സന്നദ്ധരായിട്ടുണ്ടാകും. ഒരു വേള അവർക്ക് അവസരം വരുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇസ്രായേലിനെ കറിയിടുന്ന കറിവേപ്പില പോലെ എടുത്ത് പുറത്തിടും. അപ്പോഴും ഇസ്രായേലിന് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. നഷ്ടങ്ങളെല്ലാം ഇവർക്ക് തന്നെയായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിൽ ഇവർ തമ്മിൽ തല്ലി തുടങ്ങും. ഇപ്പൊ UAE, ബഹ്റൈൻ, പിന്നെ ഈജിപ്റ്റ്, ജോർദാൻ, ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് ആ മതവൈരം മറന്ന്, ആ ഗോത്ര പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതാണ്: പോയി പണി നോക്കടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ പുരോഗതിയാണ് വലുത് എന്ന് മനസ്സിലാക്കി നയതന്ത്ര, വ്യാപാര, സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വമാണ് നമ്മുടെ മര്യാദയ്ക്കുള്ള പോക്കിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വികസനത്തിനും നല്ലത് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ജൂതമതവും ഇസ്ലാം മതവും തമ്മിലുള്ള ശത്രുതയേക്കാളുപരി ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നയതന്ത്രങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധമായിട്ടാണ് ഇതിനെ നമ്മളും കാണുന്നത്. കാരണം ആഗോളതലത്തിൽ ഇസ്രായേൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളും ടെക്നോളജികളും വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന 100-300 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഹെലികോപ്റ്ററിനകത്ത് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച സമയത്ത് പൊട്ടിത്തെറിച്ചതുപോലെയുള്ള സംവിധാനങ്ങളല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അവർ നൂതനമായിട്ടുള്ള ചില ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് അവരെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോരാ. അതുകൊണ്ട് ഇറാൻ എപ്പോഴും ഇരവാദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഇസ്രായേലിന് അതിന് നേരമില്ല. അപ്പൊ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? സൈനിക നടപടികൾ ശക്തമാക്കി മുന്നോട്ട് പോകുന്നു. അതാണ് മുസ്ലിം ലോകത്തിന് വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ചുരുക്കം പറയാം, ഈ മേഖലയിലെ സംഘർഷങ്ങൾക്കും എതിർപ്പുകൾക്കും കാരണം എതിരെ ജൂതൻ വരുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണം ഇവരെ ഭയപ്പെടുത്തുന്നു. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ വികസനം, അവരുടെ ടെക്നോളജിയിലെ അറിവും മികവും ഇവർക്ക് ഭയമാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് ഇവർക്ക് ആധിപത്യം സ്ഥാപിക്കണം. അതിന് ജൂതനോട് ഇവരുടെ ഒരു വിളച്ചിലും നടക്കുന്നില്ല. ആത്യന്തികമായിട്ട് പറയാം, ഈ മത കിതാബ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിലെ കുത്തിലും കോമയിലും മൂക്കും കുത്തി വീഴുന്ന ഒരു വിഭാഗം എപ്പോഴും ജൂതൻ 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 എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ പോലും ഞെട്ടിത്തരിച്ചെഴുന്നേറ്റിട്ട് നിലവിളിക്കാൻ തുടങ്ങും. ഇത് അവസാനിക്കാൻ പോകുന്നില്ല. നെക്സ്റ്റ് ചോദ്യം ഉണ്ടോ? ഈ ഖബ അതിനെപ്പോലെ അംഗീകരിക്കാത്ത എന്തോ പറയണ്ടായിരുന്നു. അവര് അത് ബഹുദൈവ വിശ്വാസികളാണ്, സുന്നികൾ, അവരിതിന് വിഗ്രഹാരാധകരാണ് എന്നൊക്കെ ഷിയാക്കളുടെ ഒരു കംപ്ലൈൻസ് ഖബ പോലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതടക്കം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ സുന്നികൾക്ക് ഇറാനോടാണ് ഇപ്പം ഈവൻ GCC കൺട്രീസ് അഫക്റ്റഡ് ആവുന്ന അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഇവിടെയുള്ള നമ്മളിവിടെയൊക്കെ വന്ന് അവിടെ വർക്ക് ചെയ്യുന്നവർ പോലും ഇറാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് എന്ത് മനസ്സാവസ്ഥയാന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ വക്കീല ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഇറാനെ സപ്പോർട്ട് ചെയ്ത് അറബ് രാജ്യങ്ങൾ പോസ്റ്റ് ഇട്ട ആളുകളിൽ അധികം പേരും ഇന്ന് ജയിലിലാണ്. പല ആളുകളെയും ട്രാവൽ ബാൻ ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് അവിടെ വല്ലാതെ ഇവരുടെ വിളച്ചിലൊന്നും നടക്കില്ല. ചിലപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇവർക്ക് ഹമാസ് നേതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പരിപാടി നടത്താനോ അവർക്ക് വേണ്ടിയിട്ട് മാർച്ച് നടത്താനോ അവരുടെ പേരിൽ ഓരോ നഗരങ്ങൾക്ക് പേരിടാനോ ഒക്കെ സാധിച്ചെന്ന് വരും. പക്ഷേ ഇന്ത്യ പോലെയല്ല അറബ് രാജ്യങ്ങൾ. അവർക്ക് ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കമന്റ് ഇട്ടാൽ പോലും ഇറാനെ അനുകൂലിച്ചിട്ട് UAE ചോറും തിന്നിട്ട് അവിടെ ഇരുന്ന് ഒരു കമന്റ് ഇട്ടാൽ പോലും 24 മണിക്കൂറിനുള്ളിൽ ഇതിനെയൊക്കെ പൊക്കാൻ അവിടെയൊക്കെ സംവിധാനങ്ങളുണ്ട്. എംപ്രോ പിന്നെ കാര്യം കൃത്യമായോ? ഉത്തരമായോ? താങ്ക് യു ടീച്ചർ. ടീച്ചർ പറയുന്ന രീതിയിൽ അല്ല മുസ്ലിങ്ങളുടെ പെരുമാറ്റങ്ങൾ ഇവിടെ നടത്തുന്നത്. അവരിപ്പോഴും ഇവിടെ കുവൈത്തിലും ഉള്ള കുവൈത്ത് അബ്ദുള്ളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം, ഇസ്രായേല് പ്രശ്നമാണ്, ഇസ്രായേലിന് രക്ഷയില്ല, ഇറാന് ആക്രമിക്കും, ഇതിന്റെ നഷ്ടം ഇന്ത്യക്കാണ്, GCC കൺട്രികൾക്കൊന്നുമില്ല, അങ്ങനത്തെ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അത് എന്താണ് അങ്ങനെ വരുന്നത് ടീച്ചറെ? ഇറാൻ പറഞ്ഞത് കേട്ടില്ലേ സുപ്രൂ? അതായത് ഏതെങ്കിലും ഒരു രാജ്യം ഇസ്രയേലിനെ പിന്തുണച്ചാൽ നിങ്ങളെ ഞങ്ങൾ നാമാവശേഷമാക്കി കളയുമെന്നാണ് ഇറാൻ പറഞ്ഞത്. ഇറാന്റെ മിസൈലിന്റെ രുചി എന്താണ് എന്ന് അറബ് രാജ്യങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ, അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നാ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇറാൻ വിചാരിച്ചാൽ ഒരു പക്ഷേ അവരുടെ രാജ്യങ്ങൾ നിഷ്പ്രഭമായി പോകുമെന്ന് അവർക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ പിന്നെ ഇസ്രായേലിനെതിരെ ഒരു മിസൈൽ ഇറാൻ തൊടുത്തു എന്നിരിക്കട്ടെ, ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം 1000 മിസൈലുകൾ ഇസ്രായേലിൽ നിന്നും ഇറാനിലേക്ക് കുതിക്കും. കാരണം ഷഡനോട് ഷഡ്യമേ പാടുള്ളൂ. പിന്നീട് ഒരു കൂടിയാലോചന, പിന്നെ നമുക്കൊന്ന് ആലോചിച്ച് എന്തെങ്കിലും അവർ മാപ്പോ കോപ്പോ പറയുമോ നോക്കാം. ഇതൊന്നുമില്ല, അടിക്ക് തിരിച്ചടി. അത് ഇസ്രായേലിന്റെ നയം. അതേപോലും അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ എത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി. UAE എന്താ പറയുന്നത്? ഞങ്ങൾ പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട്, തിരിച്ചടിച്ചോ. എന്തുകൊണ്ടാണ്? ഇറാനെ അവർക്ക് ഭയമാണൊന്ന്. 2, ജൂതനടിക്കട്ടെ. അപ്പോഴാണ് ട്രംപ് പറഞ്ഞത് ഞങ്ങൾ തിരിച്ചടിച്ചോളാം, പക്ഷെ അതിന്റെ ചെലവുകൾ മൊത്തം നിങ്ങൾ വഹിക്കാൻ തയ്യാറാണോ എന്ന് സൗദി അറേബ്യയോട് ട്രംപ് ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ ഇവര് മുസ്ലിം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുപ്രു, ഇപ്പോൾ UAEക്കാണെങ്കിലും സൗദി അറേബ്യക്കാണെങ്കിലും ഇപ്പോൾ ഇറാന്റെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അറബ് രാജ്യങ്ങൾക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ ജൂതന്റെ നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ വേണം, ജൂതന്റെ കഴിവ് വേണം, മികവ് വേണം, ബുദ്ധി വേണം, ടെക്നോളജി വേണം, അവരുടെ സൈനിക കഴിവും ഇവർക്ക് പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ടാണ് ഇവരിപ്പം ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് ഇവരുടെ ആവശ്യം കഴിഞ്ഞാൽ ഇന്ന് കുവൈറ്റ് പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾ പറഞ്ഞതുപോലെ ഇറാന്റെ കൂടെ തന്നെ അവർ നിൽക്കും. കാരണം എനം എനത്തോടെ ചേരും. നമ്മുടെ റാഷിദ് എന്തോ ചോദ്യങ്ങളോ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ ഇറക്കാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. റഷാദ് ടീച്ചർ നമസ്കാരം, കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞു. ഓക്കെ, ഇതിലിപ്പം ഞാൻ പറഞ്ഞ കേട്ടിടത്തോളം ഇവര് എനത്തിനോട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒക്ടോബർ 7 ഒരു സംഭവം ഉണ്ടായിട്ടു. ആ സംഭവം ഉണ്ടായപ്പോ തന്നെ പലരും അത് ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരു പൊതുവെ അങ്ങനെ പുറത്തു പറയുന്ന ഒരു സാധനമല്ല, എന്നാലും അറബികൾ പൊതുവെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇസ്രായേല് കുറച്ച് ശക്തരാണ്, ഇവരെ പോയിട്ട് ഇപ്പൊ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരിനി ഈ തിരിച്ചടി അടിക്കൂലേ എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം പൊതുവെ ഇവർക്ക് അറിയാം തിരിച്ചടി വരും. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലസ്തീൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പൊളിറ്റിക്സ് ശരിക്കും ഈ അറബികൾക്ക് തന്നെ മൊത്തത്തിൽ തലവേദന. കാരണം അവര് ഈ ബിസിനസ് ഇപ്പൊ അതിലൊരു എബ്രഹാം അക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നടക്കാൻ പോകുന്ന ഇവരൊക്കെ ടീച്ചർ അറിഞ്ഞിട്ടുണ്ടാവുന്നതായിരിക്കും. അപ്പൊ അതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഒറ്റ പരിപാടിയോട് കൂടിയിട്ട് ഇപ്പൊ ഇറാൻ യുദ്ധത്തിൽ വരെ എത്തി നിൽക്കുക. അപ്പൊ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു എക്സിസ്റ്റൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമുള്ളൂ. നമ്മള് മറ്റേ എന്താ ഈ സംഘപരിവാറിന്റെ മുസ്ലിം വിരുദ്ധ എന്ന് പറയുമ്പോൾ പിന്നെ കോൺഗ്രസ് ലീഗിനെ അങ്ങ് കെട്ടിച്ചു കൊടുത്താൽ പോരെ എന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ തീരല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് മറ്റുള്ളവർ അംഗീകരിക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഇവർ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്ന് ഇസ്ലാമിക് പൊളിറ്റിക്സ് അതിന്റെ ഉള്ളിൽ കൊണ്ട് ഒഫീഷ്യലി അവർക്കത് ഡിക്ലെയർ ചെയ്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവര്
ഇപ്പൊ അമേരിക്ക ഇസ്രായേൽ ഇല്ലെങ്കിലും പരസ്പരം യുദ്ധം ചെയ്യുന്നവരാണ്. നിങ്ങൾ ആ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് ഫലസ്തീനിലേക്ക് വരുന്ന ഒരു ഫണ്ട്, അതേപോലെ തന്നെ അതിന്റെ ആ പൊളിറ്റിക്സ് ഉപയോഗിച്ചിട്ട് ലോകമെമ്പാടും ഒരു തരത്തിലൊരു ധ്രുവീകരണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ഈ ചില വോക്ക് എന്ന് പറയുമ്പോൾ വോക്ക് നല്ല ഒരു സംഭവം തന്നെയാണ്, പക്ഷെ അതിനൊന്ന് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരെ നമ്മള് ആ ഒരു തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഈ വോക്കുകൾ വളരെ മോശമായിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെയും ലെഫ്റ്റുകൾ, ഈ ഇസ്ലാമോ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവര് നിൽക്കുന്നത് കാരണം ആ വോക്കിന് നമ്മള് ഇപ്പം വോക്കോളികൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സംഭവങ്ങളൊക്കെ കാരണമാണ് പൊതുവെ ഈ എന്താ പറയാ അതിലൊരു മറ്റേ എന്താ ഈ പൊളിറ്റിക്സിന്റെ കൂടെ മുസ്ലിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നുള്ള ഒരു ഡൗട്ട് ഇരിക്കും. അല്ലാതെ ഈ ഇനത്തോട് ചേരുന്നല്ല, ഇത് വലിയ തലവേദനയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഞാനത് ഈ മറ്റേ ഈ ഒരു അറബ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്കത് മനസ്സിലാവും. ഇവർക്ക് ഈ പലസ്തീനികളായിട്ടുള്ള ആൾക്കാർക്ക് ഓയിൽ ഫീൽഡുകളിലൊക്കെ കൃഷി ചെയ്യാൻ മറ്റേ പെർമിറ്റ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അഭിപ്രായങ്ങൾ കൊടുക്കുന്നതൊക്കെയുള്ള രീതിയിൽ അവരെ കുറിച്ചിട്ട് വളരെ മോശമായി. കാരണം എപ്പോ ആണെങ്കിലും ഒരു പ്രക്ഷോഭം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവർ കാണുന്നുണ്ട്. അവർ മോശമായിട്ടൊന്നുമല്ല, മീൻസ് പലസ്തീനികൾക്ക് നട്ടുണ്ടാവണം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഈ ഒരു സാധനം ഈ പുറത്തുനിന്ന് ഇവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ തങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാന്നുള്ളൊരു ചോദ്യം പൊതുവെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഈ ഇതിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പൊളിറ്റിക്സ്, അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതിന് എവിടെയാണ് ഒരു തടയിടാന്ന് എനിക്ക് മനസ്സിലാവില്ല. മീൻസ് ഈ എന്താ ഈ ഇസ്രായേലിന്റെ ഒരു എക്സിസ്റ്റൻസ് വന്നാൽ തന്നെ അവിടെ ഒരു പ്രശ്നം തീർന്നു. പലസ്തീനായിട്ടും ഇസ്രായേലായിട്ടും നിലനിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അതെല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന ഒരു പ്രശ്നമുള്ളൂ. ഇസ്രായേലിനെ തീരെ അംഗീകരിക്കില്ല എന്നുള്ള ഒരു അവസ്ഥ, റൈറ്റ് ടു റിട്ടേൺ എന്നൊക്കെ പറയുന്ന പോലുള്ള സാധനങ്ങൾ വമ്പൻ ഉടായ്പ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് ഇത് തീരാത്ത, എന്താ പറയാ, ലോകത്തിന്റെ നെറുകയിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് അത് എല്ലാവർക്കും തലവേദനയായിട്ട് നിലനിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായെന്ന് അറിയില്ല. ഞാൻ കുറെ കാര്യങ്ങൾ വാരിയുന്നത്. താങ്ക് യു. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് സുഹൃത്തെ. പലസ്തീനായിട്ടും ഇസ്രായേലായിട്ടും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അറബ് രാജ്യങ്ങൾ പോലും അംഗീകരിക്കാതെ മാറി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അറിയാമോ? ചോദ്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ 48 മറ്റേ ഇവരെല്ലാരും കൂടെ, കാരണം ഇസ്രായേലിനെ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെയാണ് പലസ്തീൻ രൂപീകരിക്കപ്പെടാത്തതിന്റെ ഒരു കാരണം. അത് അംഗീകരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നമാണ്. അത് 67 അല്ല, അവിടെയും പ്രശ്നമുണ്ട്. പലസ്തീൻ എന്ന രാഷ്ട്രം നിലവിൽ വരുന്നതോടുകൂടി അനേകം രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ അത് സാരമായി ബാധിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ ആളുകളെ ആയിരിക്കും നമ്മൾ ശരി, അവർക്ക് നീതി വേണം, എത്ര കൊല്ലങ്ങളായിട്ട് അവരിങ്ങനെ ദുരിതം പേറുന്നു. പക്ഷെ അവിടെ ഭരിക്കുന്നത് ആരാ? ഹമാസ് അല്ലേ? ആ ഹമാസ് അവിടെ വീണ്ടും വീണ്ടും വേരൂന്നാൻ കാരണമാകുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ടാണ് അതിനെ എതിർക്കപ്പെടുന്നത്. ഞാൻ ഈ ഹമാസിന്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ എന്താ, ഈ ഹമാസിന്റെ ഒരു സംഘടനയുണ്ട്, ഹമാസിന്റെ ഒരു മുൻഗണന സംഘടന. അവർക്ക് പള്ളി ഉണ്ടാക്കാനുള്ള പണം കൊടുത്തതും ഈ PLOനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത് ഇസ്രായേലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദശക്തമായിട്ട് വരെ അതിന് മറ്റേ ഇതൊരു തീവ്രവാദ സംഘടനയാണെന്ന്, മീൻസ് ഇസ്ലാമിന് വേണ്ടി നിലകൊണ്ടുള്ള സംഘടനയാണെന്ന് മനസ്സിലാക്കിയിട്ടും അവരെ ഈ PLOനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അവിടെയാണ് ഈ ഇവര് കയറി വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ഇതിന്റെ ഒരു പോരായ്മയായിട്ട് തന്നെ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം എനിക്കിപ്പോ ഇസ്രായേലിന്റെ പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര സംഭവമാണെന്നുള്ള ഒരു ധാരണയൊന്നുമില്ല. പക്ഷെ അവർക്ക് റൈറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ ഇങ്ങനെയുള്ള കുറച്ച് പ്രവർത്തികളിലും വേറെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഹമാസിനെ മറ്റേ ഈ കൊണ്ടുവരുന്നതിൽ ഇസ്രായേലിന് ഒരു പങ്കുണ്ട് ഞാൻ വിചാരിക്കുന്നത്. അതായത് റഷാദെ, ഇതിനെ ദുർബലപ്പെടുത്താൻ നോക്കിയത് കൊണ്ടാണ് അത് വന്നത്, അത് ദുർബലപ്പെടുത്താൻ നോക്കിയത് കൊണ്ടാണ് ഇത് വന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഇല്ല.
കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ആശയമാണ്. അതായത് ഇസ്രായേലായിട്ട് ജീവിക്കാൻ അവിടെ അനുവദിക്കൂല എന്നുള്ള ഒരു ആശയം ഉണ്ട്. റിവർ ടു സീ എന്നാണ് അവർ പറയുന്നത് ആ ആശയത്തിൽ. മനസ്സിലായി? നദി മുതൽ കടല്, മെഡിറ്ററേനിയൻ കടല് വരെ ഇവരില്ലാതെയാക്കാം. അത് ഇവരുടെ കുറച്ചും കൂടി അങ്ങോട്ട് പിറകോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇവരുടെ എന്താ പറയാ കിതാബുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പൊ കിതാബിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതൊരാൾക്കും ഈ ആശയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഹമാസ് എന്ന് പറയപ്പെടുന്ന കുറച്ച് ആളുകൾ ഇങ്ങനത്തെ ആ ആശയം മനസ്സിലുള്ളത് കൊണ്ട് ആ ആശയം കൊണ്ടു നടക്കുകയും ആ ആശയത്തിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഇറാനെ പോലുള്ള ആളുകൾ സഹായം നൽകുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു തീവ്രവാദ സംഘടനയായിട്ട് രൂപം കൊള്ളും. അത് മറ്റുള്ളത് ഇസ്രായേൽ നശിപ്പിച്ചത് കൊണ്ടോ അതിനെ ഓൾറെഡി അവർക്ക് ഭീഷണി ആയതിനെ അവർ നശിപ്പിക്കാൻ നോക്കും. അത് BLO ആയാലും ശരി, അത് ഹമാസ് ആയാലും ശരി, അവർ നശിപ്പിക്കാൻ വേണ്ടി നോക്കൂ. ഇനി ഹമാസിനെ നശിപ്പിച്ചത് കൊണ്ടാണ് വേറൊരു സംഘടന ഉണ്ടായി വന്നതെന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ചിലപ്പോൾ ഹമാസിനേക്കാൾ വലിയ ഭീകരവാദ സംഘടനകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഹമാസിനെ നശിപ്പിച്ചത് കൊണ്ടാണ് മറ്റത് ഉണ്ടായത്. അത് പറയുന്നതിൽ അർത്ഥമുണ്ട്. അതല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ പലസ്തീൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ PLO മുതൽ തന്നെ നിങ്ങൾ എടുത്തോ, അതിന്റെ പ്രധാന കക്ഷിയായിട്ടുള്ള ഫത്തഹിനെയും എടുത്തോ. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇസ്രയേൽ ഹമാസിനെ വളർത്തി എന്ന വാദം നിങ്ങൾ എങ്ങനെയാണത് ശരിയായിട്ട് സമർത്ഥിക്കുന്നത്? അതായത് 1970കളിലും 80കളിലും ഗാസയുടെ ചരിത്രം ഒന്ന് നോക്ക്. ഷെയ്ഖ് അഹമ്മദ് യാസീൻ മുജാമി, അയാൾ ആരായിരുന്നു? അൽ ഇസ്ലാമി എന്ന സംഘടനയുടെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുജാമി അൽ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയെ ഇസ്രായേൽ ഭരണകൂടം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചവർക്ക് ലൈസൻസ് നൽകി. എന്തിന്റെ പേരിലാണ്? ആ തീവ്രവാദം വളർത്താൻ വേണ്ടിയിട്ടാണോ? ആണോ? ഗാസയുടെ ജനതയ്ക്ക് വേണ്ടി, ഗാസയിലെ ജനങ്ങൾക്ക് നല്ലതുണ്ടാകണം, നന്മ വരണം. അക്കാലത്ത് യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു PLO. പക്ഷെ ആ PLO ഇസ്രായേലിന്റെ പ്രഥമ ശത്രുപക്ഷത്തായിരുന്നു. അപ്പോ ഇസ്രായേല് എന്താ ചെയ്യുന്നത്? ഈ തീവ്രതയുള്ള സംഘടനയെയും അവരുടെ തീവ്രവാദപരവും ജനവിരുദ്ധവുമായിട്ടുള്ള നയങ്ങളെയാണ് എതിർത്തുകൊണ്ടിരുന്നത്. മതപരമായ കാരണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ചില സംഘടനകൾ. PLOയ്ക്ക് മതേതര ദേശീയവാദം ഉണ്ടായിരുന്നോ? ഇല്ല. അവരെങ്ങനെയും മതം വളർത്താനും അവിടെ ജൂതന്റെ, ഇസ്രയേലിന്റെ സ്വാധീനം ഇല്ലാതാക്കാനുമാണ് ശ്രമിച്ചത്. ഔദ്യോഗികമായി ഇസ്രായേൽ ഇത്തരം വാദങ്ങൾക്ക് മറുപടി പോലും പറയാൻ നിൽക്കാത്തത് എന്തുകൊണ്ടാ? അവർക്ക് അതിനുള്ള സമയമില്ല. അവർക്ക് പ്രവർത്തിച്ച് കാണിക്കാനാണ് താല്പര്യം. അക്കാലത്ത് ഇസ്ലാമിക സംഘടനകളെ അനുവദിച്ചത് എന്തിനാ? രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ടായിരുന്നില്ല. ഇപ്പൊ ഹമാസിനെ പോലും പ്രതികൂലിക്കുന്നത് എന്തുകൊണ്ടാ? ഹമാസ് ആ ജനതയ്ക്കു വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ 6ാം നൂറ്റാണ്ടിലെ മതവൈരമാണ് അവരെടുത്തിടുന്നത്. അതുകൊണ്ടാണ് ഈ ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി, പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ലോകത്ത് നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും നൽകുന്ന സംഭാവനകൾ പോലും ഇവരെടുത്ത് സുഖസുന്ദരമായിട്ട് ആർഭാട ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവരെ പിന്നെ എതിർക്കണ്ടേ? അത് PLOയെ ഒന്നും ഇതിനകത്ത് എടുത്തിടണ്ട. ഇതൊന്നും അല്ല. ഹമാസ് എന്ന് പറയുന്നത് ഒരു സായുധ സംഘടനയായി മാറിയത് ഇസ്രായേലിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടായിരുന്നു. 1987 1ാം ഇന്തിഫാദയ്ക്ക് ശേഷം ഹമാസ് ഔദ്യോഗികമായിട്ട് രൂപീകൃതമായി ആദ്യമായിട്ട് ഇവരെ അംഗീകരിച്ചത് ആരായിരുന്നു? ഈ ആയുധധാരികളായിട്ടുള്ള പ്രതിരോധം ആ കാലത്ത് അവിടെ വേണം എന്ന് പറഞ്ഞത് ആരായിരുന്നു? അറബ് രാജ്യങ്ങളുടെയൊക്കെ അന്നത്തെ പ്രസ്താവനകളൊന്നും എടുത്തു നോക്ക്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും ഹമാസിനെ ഇസ്രായേൽ മനഃപൂർവ്വം വളർത്തി എന്ന് പറയരുതേ. അതിനേക്കാൾ PLOയെ രാഷ്ട്രീയമായിട്ട് ഒതുക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയ നീക്കങ്ങളാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും ഹമാസിന് വളരാൻ വളക്കൂറുള്ള മണ്ണാക്കി കൊടുത്തത് ആരാണെന്നറിയാമോ? ഗാസയിലെ ജനത തന്നെയാണ്. അവര് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തതാണ് ഹമാസ് എന്ന് പറയുന്ന സർക്കാരിനെ. അവര് വിചാരിച്ചു നമ്മളിപ്പോ കോൺഗ്രസിനെയൊക്കെ തെരഞ്ഞെടുത്തതുപോലെ തന്നെ അവര് വിചാരിച്ചു അവർക്ക് നന്മ വരാൻ വേണ്ടിയിട്ട് അവര് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹമാസിനെ വളർത്തിയത് ഇസ്രായേൽ അല്ല. ഗാസ എന്ന് പറയുന്ന ജനതയ്ക്ക് വേണ്ടി, ആ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി, പലസ്തീൻ എന്ന ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇസ്രായേലിന് തിരിച്ചു കിട്ടിയത് എന്താ? വെള്ളം കൊടുത്തു, വളം കൊടുത്തു, ജോലി കൊടുത്തു, പണം കൊടുത്തു, ഇന്റർനെറ്റ് കൊടുത്തു, ഇന്ധനം കൊടുത്തു, സഹായിച്ചു, പണം കൊടുത്തു, ധാന്യം കൊടുത്തു. ഇവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇവർക്ക് കൊടുത്തു. എന്നിട്ടോ
ഇവരെന്തൊക്കെയാ തിരിച്ചു കൊടുത്തത്? ഇസ്രായേൽ എന്ന രാജ്യത്തെ ഏതു വിധേനയും ആക്രമിക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഒക്ടോബർ 7 എന്താ സംഭവിച്ചത്? അതൊക്കെ തന്നെയാണ് ഇതിന്റെ മൂല കാരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് അവർക്ക് ഇസ്രായേൽ എന്ന രാജ്യം മതപരമായ പ്രശ്നങ്ങളാലാണ് അവർക്കതിനെ അംഗീകരിക്കാൻ പറ്റാത്തത്. എപ്പോഴും അവരെ എതിർത്ത് നിൽക്കുന്നതും ഈ മതവിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ്. അവിടെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നു ഒക്ടോബർ 7 അവര് ചെയ്തോട്ടെന്നേ, അതിനെന്താ? അവർക്കിത് ആസ്വദിക്കണം. ശരി, അവരവരുടെ ജീവിതം അവരുടെ രാജ്യത്തല്ലേ, അവർ ആസ്വദിച്ചോട്ടെ. ഇവർക്ക് എന്താ? അതിനകത്തേക്ക് നുഴഞ്ഞു കയറി 1400 പേരെ കൊന്നൊരു രാജ്യം മുഴുവനും ചോരപ്പുഴ ഒഴുക്കുന്നു. അവര് മിണ്ടാതിരിക്കണോ? 257 പേരെ പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുപോകുന്നു. അവര് മിണ്ടാതിരിക്കണോ? അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് വെക്ക്, ഹമാസിനെ വളർത്തിയത് ഇസ്രായേൽ ആണെന്ന് വെക്ക്, പാല് കൊടുത്ത കൈക്ക് ഇവര് കൊത്തിയെന്ന് നിങ്ങൾ അംഗീകരിക്കുക. അപ്പോ ഇതിനകത്ത് ഒരുപാട് നമ്മൾ മനസ്സിലാക്കുന്നതും അല്ലാത്തതും വാർത്തയിൽ വരാത്തതും ഇനി പുറത്തു പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് മത രാഷ്ട്രീയ കാരണങ്ങൾ ഈ വിഷയത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരു ഹമാസ് മാത്രമല്ല, ഒരു ഹൂദിയോ ഒരു ഹിസ്ബുള്ളയോ മാത്രമല്ല, ഐസിസ്, ലഷ്കർ ഇ തൊയ്ബ, അൽ ഖ്വയ്ദ, ജെയ്ഷെ മുഹമ്മദ്, ഇങ്ങനെ 100 കണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ട് ലോകത്തിന്റെ സമാധാനം തകർക്കാൻ ഇവർ തുനിഞ്ഞിറങ്ങിയപ്പോൾ അവരെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും ഇവർക്ക് കൂച്ചുവിലങ്ങിടാൻ സമയമായി എന്നും ജനങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് അമേരിക്കൻ ജനത ട്രംപിനെ തെരഞ്ഞെടുത്തത്. കാരണം അദ്ദേഹത്തിനാണ് ശരിക്ക് അമേരിക്കയുടെ സ്പന്ദനങ്ങൾ അറിയുന്നത്, തീവ്രവാദിയുടെ ഓരോ ചലനങ്ങളും തിരിച്ചറിയുന്നത്. തിരിച്ചടിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ വേണം. ആദ്യം അദ്ദേഹം പരിഷ്കരിച്ചത് കലാലയങ്ങളായിരുന്നു. കലാലയങ്ങളിലെ തീവ്രവാദ ആശയങ്ങളും പ്രകടനങ്ങളും മാർച്ചുകളും അവസാനിപ്പിക്കണം. പഠിക്കാൻ വരുന്നവർ മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോയിക്കോ, ജോലിക്ക് വരുന്നവർ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിപ്പോയിക്കോ, അല്ലാതെ ഇവിടെ കിടന്ന് ഉടായ്പകളൊന്നും കാണിക്കണം. അങ്ങനെ ആ നാടിനെ സംസ്കരിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഈ തീവ്രവാദ കരങ്ങളിൽ നിന്നും സംരക്ഷിച്ചൊരു കവചമായി നിൽക്കുകയാണ് നെതന്യാഹു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മതമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് മതമുണ്ട്, മത തീവ്രവാദമുണ്ട്. അപ്പൊ ഹമാസിന്റെ ഈ ഭീകരതയെ എതിർക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നില്ല. ഇന്ന് അവർക്ക് അടി കിട്ടിയിട്ട് പോലും അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഇറാൻ എന്ത് വിചാരിച്ചു? അടിച്ച് നിരപ്പാക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഇനിയും ഇറാൻ ഇറങ്ങി ഇറാനെ പ്രത്യക്ഷമായി പ്രതികൂലിക്കുകയും ഇറാനെതിരെ അണിനിരക്കുകയും ചെയ്യേണ്ടതിന് പകരം അപലപിക്കുകയും പ്രതിരോധം തീർക്കുകയും മാത്രമാണ് ഇതുവരേക്കും അറേബ്യൻ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ തുറമുഖങ്ങളും എയർപോർട്ടുകളും ഒന്നൊന്നായി നശിപ്പിക്കപ്പെടുമ്പോൾ പോലും മാറി നിന്ന് തേങ്ങിക്കരയാൻ മാത്രമേ ഈ അറബ് രാജ്യങ്ങൾക്ക് പറ്റുന്നുള്ളൂ. പക്ഷേ ജൂതനെ അതിന് കിട്ടില്ല. ജൂതൻ തിരിച്ചടിക്കും. പുൽക്കൊടിയാണ് കിട്ടുന്നതെങ്കിലും ശരി, വല്ലഭന് പുല്ലുമായുധം എടുത്ത് തിരിച്ചടിക്കും. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാക്കുണ്ടോ ഇവിടെ? വാക്ക് ഞാന് അതിലൊരു ഒരു സെക്കൻഡ് ഒന്ന് നിർത്തി. വാക്കുണ്ടോ ഇവിടെ? വാക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ടീച്ചർ മറ്റേ ഈ മതത്തിനകത്ത് ഒരു കാരണമല്ല എന്ന് പറയുന്ന ഒരാളല്ല. അതൊരു പ്രധാന വിഷയം തന്നെ ഇതിനകത്ത്. അത് ഞാൻ മനസ്സിലാക്കണം. കാരണം നമ്മള് ഇവിടെ പല രാജ്യക്കാരും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതില് ഇപ്പൊ മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളും പോകും. ഈ ബംഗ്ലാദേശിന്റെ കാര്യമാണ്. ബംഗ്ലാദേശിന് ഇവര് ചരിത്രം അറിഞ്ഞിട്ടൊന്നുമല്ല ഇവര് ഇതിന്റെ ഫലസ്തീനു വേണ്ടി നിൽക്കുന്നത്, ഇസ്രായേലിനെതിരെ നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം മതമാണ്. അത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവര് ജൂതനാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ജൂതവിരുദ്ധത ഈ മതാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് ഉള്ളില് ഈ സാധനം ഉണ്ട്. ഇല്ലാന്ന് ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു കാരണം തന്നെയാണ്. പിന്നെ രണ്ടാമത്തത് ഈ ഇവർക്കൊന്നും അടിക്കാൻ മറ്റേ ഈ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അടി കിട്ടുമ്പോഴും അവർക്ക് തിരിച്ചടിക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അല്ലാതെ ഇവര് പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ പ്രശ്നമില്ല. ഇതിനകത്ത് ആഭ്യന്തര സംഘടനകളിൽ ആളുകൾ മരിക്കുമ്പോൾ പ്രശ്നമില്ല. കാരണം ജൂതനപ്പുറത്താണെങ്കിൽ ഇവരൊറ്റക്കെട്ടാവേണ്ടത് ഇവരുടെ ഒരു എന്താ പറയുക ഒരു പൊതുബോധം പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് നമ്മളുടെ ഒരു ബ്രദർഹുഡ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമായി മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ചില രാജ്യങ്ങൾക്ക് അതിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കാനും പറ്റില്ല. ഇപ്പൊ എൻ ബ്ലോക്ക് ആയിട്ട് ആളുകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും?
അപ്പം ലോകത്തുള്ള മുസ്ലിങ്ങൾ ജൂതവിരുദ്ധത ഉള്ളത് കൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും ഇവർക്ക് ഇതൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. കൾച്ചറലിലുള്ള ചേഞ്ചുകൾ പോലും മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടാവുന്നില്ല. ഇവിടൊക്കെ ആ ഒരു തരത്തിൽ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അതിനെ സാമ്പത്തികമായിട്ടും പൊളിറ്റിക്കലായിട്ടും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള തങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള തങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത ഇല്ലേ എന്നുള്ള രീതിയിലാണ് അത് വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിർത്തി. അല്ല, അതിനെ നമുക്ക് ശരിയാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ജുമാ കുത്തുബകളിൽ ഇവർ പറഞ്ഞത് അവർ മുസ്ലിങ്ങളല്ലേ, അതുപോലെ ഇറാന്റെ വിഷയത്തിലും പറഞ്ഞത് ഇവർ മുസ്ലിങ്ങളല്ലേ, ഹമാസിന്റെ വിഷയത്തിലും പറഞ്ഞത് ഇവർ മുസ്ലിങ്ങളല്ലേ. അതിന്റെ പേരിൽ നമ്മൾ അതിനെ അനുകൂലിക്കണം എന്നാണ്. ഇപ്പോ ചത്തുപോയ ഇസ്ലാമിക ഭീകര സംഘടനയുടെ നേതാക്കന്മാര് ഖലീൽ ഹയ്യ ആണെങ്കിലും നസറുദ്ദീൻ ആണെങ്കിലും ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, ഇവർക്കൊക്കെ പ്രബുദ്ധ കേരളം കൊടുത്ത സ്വീകരണം തന്നെ ഇതിനകത്തെ മതം വ്യക്തമാക്കി തരാണ്. ഇവിടെ ഭീകരന്മാർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഒരു മുസല്ല ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഒക്ടോബർ 7 നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊല അവരെന്ത് ചെയ്തിട്ടാ? നിരായുധരായിരുന്നു, നിരപരാധികളായിരുന്നു, നിസ്സഹായരായിരുന്നു. അവര് സംഗീതം ആസ്വദിക്കാൻ വേണ്ടി വന്നു സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവൽ. അതിൽപ്പെട്ട 1400 പേരെ കൊന്ന് ചോരപ്പുഴ ഒഴുക്കിയപ്പോൾ ഇസ്രായേൽ 2800 പേരെ കൊന്നിട്ട് തിരിച്ചു പോകുമെന്ന് ഇവര് വിചാരിച്ചോ? ലക്ഷങ്ങളല്ലേ അവിടെ മരിച്ചു വീണത്, അല്ലേ? അപ്പൊ ഈ കൂട്ടക്കൊല കഴിഞ്ഞപ്പോ അയ്യോ ഇസ്രായേൽ ഇനിയിപ്പോ അടുത്തതായിട്ട് നമ്മളെ തിരിച്ചടിക്കില്ല എന്ന് ഇവര് വിചാരിച്ചോ? ഇസ്രായേൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും. അപ്പോ ഇനിയും ഇസ്രായേൽ മൊത്തം നമുക്ക് കീഴടക്കണം, മതത്തിന്റെ കീഴിലാക്കണം എന്ന് ഖുർആൻ പറഞ്ഞതാ. അത് കഴിഞ്ഞിട്ട് ഭാരതത്തെയും കീഴടക്കുമെന്ന് പബ്ലിക്കായിട്ട് മുദ്രാവാക്യം മുഴക്കിയിട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ നേതാവായിരുന്നു യഹ്യ സിൻവാർ. അടിവരയിട്ട് ഓർക്കണം. അതായത് ഒക്ടോബർ 7 ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇസ്രായേൽ മൊത്തം കീഴടക്കിയിട്ട് അടുത്ത ഭാരതമാണ് എന്നു പറഞ്ഞ ഈ കൊടും ഭീകരനായിട്ടുള്ള ഹമാസിന്റെ നേതാവ് ഇസ്രായേൽ അവന്റെ തലയെടുത്തപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവനു വേണ്ടി ഒരു മയ്യത്ത് നമസ്കാരം നടക്കുന്നു എറണാകുളത്ത്. എങ്ങനെയുണ്ട്? ഇതേതെങ്കിലും അറബ് രാജ്യങ്ങളിൽ നടക്കുമോ? ആ പ്രാർത്ഥനയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് നേതൃത്വം നൽകിയത്. ഇപ്പൊ ബംഗ്ലാദേശ് വരെ നിരോധിച്ച ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. ഇപ്പോ ആ ഭീകര പ്രസ്ഥാനത്തിന്റെ പാരലായിട്ടുള്ള ഒരു സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന കേരളത്തിലെ SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഇത് സംബന്ധിച്ച വാർത്തയിൽ കൊടുത്തത് എന്താണെന്നറിയാമോ? ചെറുത്തുനിൽപ്പ്, ഷഹാദത്തിന്റെ നറുമണം. എങ്ങനെയുണ്ട്? യഹ്യ സിൻവാർ ചെറുത്ത് നിന്നാണെന്നത്രേ. അപ്പൊ മുംബൈ ഭീകരാക്രമണത്തിനിടയിൽ വിക്ടോറിയ ടെർമിനല് റെയിൽവേ സ്റ്റേഷനിൽ നിരപരാധികളെ തലങ്ങും വിലങ്ങും വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരനായിട്ടുള്ള കൊടും ഭീകരനായിട്ടുള്ള പാകിസ്ഥാനി യുവാവായിട്ടുള്ള അജ്മൽ കസബ് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കി വിചാരണ ചെയ്തവനെ തൂക്കിലേറ്റിയപ്പോൾ അവന് വേണ്ടിയും കേരളത്തിൽ വിരിഞ്ഞു ഒരു നമസ്കാര മുസല്ല. അവനു വേണ്ടി മരണാനന്തര പ്രാർത്ഥനകൾ നടത്താൻ ഈ കേരളത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു. അറബ് രാജ്യങ്ങളിൽ നടക്കുമോ? ഇന്ന് ഇസ്രായേലില് നിരപരാധികളായിട്ടുള്ള 1400 പേരെ കൂട്ടക്കൊല ചെയ്യുകയും ഗർഭിണികളെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി അവരുടെ മൃതദേഹത്തോടു പോലും ആദരവ് കാണിക്കാതെ മലമൂത്ര വിസർജനം നടത്തിയും അവരുടെ കുഞ്ഞുങ്ങളെ കൊന്ന് കറി വെച്ച് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തപ്പോൾ എത്ര പേര് എവിടെ അപലപിച്ചു, എത്ര പേരെ ഇവരെ തടവിൽ പാർപ്പിച്ചെന്ന് ആലോചിച്ചു. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മളെ അടക്കാനുള്ള കുഴി നമ്മളെ കൊണ്ട് തന്നെ തോണ്ടിപ്പിക്കുന്ന ഒരു ഭീകര ദൃശ്യമാണ് നമ്മൾ കണ്ടതൊക്കെ. ഈ ഭീകര സംഘടനയുടെ നേതാവ് ചത്തുപൊങ്ങിയപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ആരാധകരും അനുയായികളും ഉണ്ടായി. അയാളുടെ മരണത്തിൽ ദുഃഖിക്കുന്നവരുണ്ട് എന്ന് ഈ കേരളത്തിൽ ഇരുന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നില്ല. കാരണം നമ്മളെ നശിപ്പിക്കണം എന്ന് എടുത്തു പറഞ്ഞ നേതാവാണവൻ. നാളെ ഈ രൂപത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഇനിയിപ്പോ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ ഒക്കെ എന്തെങ്കിലും രൂപത്തിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ അവിടെയും ഇതുപോലെ ചോരപ്പുഴ ഒഴുക്കുകയും കുറെ ആളുകളെ പിടിച്ച് ബന്ധികളാക്കുകയും വിലപേശുകയും ഒക്കെ ചെയ്താൽ അതിനെ ഇവര് പിന്തുണയ്ക്കാതിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടോ?
അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കാര്യ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടി ഒപ്പം നിന്നിട്ട് ഹമാസിന് വേണ്ടി പ്രകടനം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നെഞ്ചിലേറ്റുന്ന മതേതര മലയാളികളോട് നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്നു ഇതിന്റെ അടിസ്ഥാന കാരണം മതമാണ്, മതവൈരമാണ് ഇതിന്റെ കാരണം. എതിരെ ജൂതനാണ് വരുന്നതെങ്കിൽ കയ്യും മെയ്യും മറന്ന്, സംഘടനാ വൈരങ്ങൾ മറന്ന്, കൊടിയുടെ നിറം മറന്ന്, അണികളുടെ പിൻബലം മറന്ന്, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ ബഹുസ്വരതയെ മറന്ന്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും മറന്ന് നമ്മൾ മുസ്ലിങ്ങൾക്കു വേണ്ടി നിലയുറയ്ക്കുക. ഇതാണ് ഇവിടെ സംഭവിച്ചത്.